ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ പോവാൻ ഒരു ധൈര്യമില്ലാത്തത് കൊണ്ട് അവൾ കൂട്ടിന് വരാൻ താഴെ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കി. സരോജിനിയല്ലാതെ മറ്റെല്ലാവരും അവരവരുടെ ജോലികൾക്കായി പോയിട്ടുണ്ടായിരുന്നു. അമ്മേ, എന്റെ കൂടെ ഹോസ്പിറ്റലിലേക്കൊന്ന് വരുമോ? മുഖത്ത് ക്രീമൊക്കെ തേച്ച് മലർന്നു കിടക്കുകയായിരുന്ന സരോജിനിയോട് ചാരു ചോദിച്ചു. ഹോസ്പിറ്റലിൽ പോവാനിപ്പോ എന്താ ഉണ്ടായേ? കണ്ണിന് മുകളിൽ വെച്ചിരുന്ന കുക്കുംബറിന്റെ കഷ്ണമെടുത്ത് മാറ്റി അവർ അവളെ നോക്കി. അമ്മേ, ഇന്നെന്റെ ഫസ്റ്റ് സ്കാനിങ്. ഡോക്ടർ വരാൻ പറഞ്ഞ ദിവസമാണ്. ഓ, ദേവ് എവിടെ പോയി? അവനെ വിളിച്ചു നോക്ക്. അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മ ഒന്ന് എന്റെ കൂടെ വരുമോ? നേരെ ഏറെ വൈകി. 11 മണിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് വലിയ ശല്യായല്ലോ. ഞാൻ ഇനിയിപ്പോ ഇതെല്ലാം കഴുകി കളഞ്ഞ് നിന്റെ കൂടെ വരാന്ന് പറയുന്നതൊന്നും നടക്കുന്ന കാര്യമല്ല കൊച്ചേ. ഇതെല്ലാം എത്ര എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ആണെന്ന് അറിയോ നിനക്ക്? ആ ദരിദ്രാസി കുടുംബത്തിൽ വളർന്ന നിനക്ക് അതിന് ഇതിന്റെ വിലയൊക്കെ എങ്ങനെ അറിയാനാ? ആ ക്രീമുകളുടെ അത്ര പോലും വില അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അവൾ കൽപ്പിക്കുന്നില്ല എന്നത് ചാരുവിനെ വേദനിപ്പിച്ചു. എന്തായാലും ഒറ്റക്ക് പോവണ്ട. അതറിഞ്ഞ നിന്റെ അമ്മായി അച്ഛൻ വന്നിനി എന്റെ മെക്കിട്ട് കയറും. നാളെ ദേവിനെയും കൂട്ടി പോയാ മതി. ഇന്നാണ് അമ്മ സ്കാനിങ്ങിന് വരാൻ പറഞ്ഞിട്ടുള്ളത്. ഓ, ഇന്നത്തോടെ ലോകം അവസാനിക്കൊന്നും ഇല്ലല്ലോ. സ്കാനിങ് അല്ലേ, അത് നാളെ ചെയ്താലും മതി. ദേവ് ചെയ്ത കാര്യവും സരോജിനിയുടെ സംസാരവും എല്ലാം കൂടെ ആയപ്പോ ചാരുവിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി കാറിൽ കയറി. ഡ്രൈവറോട് ഹോസ്പിറ്റലിലേക്ക് പോവാൻ ആവശ്യപ്പെട്ടു. യാത്രയിലുടനീളം അവളുടെ കണ്ണുകൾ വെറുതെ ഇരുന്നില്ല. മനസ്സിലെ സങ്കടക്കടൽ തോരാമഴ പോലെ പെയ്തുകൊണ്ടേയിരുന്നു. ഹോസ്പിറ്റലിലെത്തി ഡ്രൈവർ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അയാളെങ്കിലും അവളുടെ കൂടെ ഒരു കൂട്ടിന് വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി ചാരു. ദേവ് സാറിന്റെ വൈഫല്ലേ? അറ്റൻഡർ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ആ, അതെ. വരൂ മേഡം. ഡോക്ടർ വിളിച്ചു പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന്. 11 മണിക്ക് എത്തുമെന്നാ പറഞ്ഞിരുന്നേ. ഒരു അരമണിക്കൂറായി ഞാൻ നിങ്ങളിവിടെ കാത്തു നിൽക്കുകയാണ്. ട്രാഫിക് കാരണം കുറച്ച് ലേറ്റ് ആയിപ്പോയി. ചാരു അപ്പോ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. ഓ, വരൂ മേഡം, അകത്തേക്കിരിക്കാം. ഡോക്ടർ ഒരു എമർജൻസി കേസ് വന്നപ്പോ തിയേറ്ററിലേക്ക് പോയിരിക്കുക. ഒരു 10-15 മിനിറ്റിനുള്ളിൽ വരുമായിരിക്കും. അവർ അവളെ സൗമ്യ ഡോക്ടറിന്റെ റൂമിലേക്ക് ഇരുത്തി. അവിടെ ഇരുന്ന് അവൾ ഇടയ്ക്കിടെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. ദേവൊന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന് അവൾ വല്ലാതെ കുതിച്ചു. ഹലോ സാരംഗി, ഐ എം റിയലി സോറി. ഒരു എമർജൻസി സിസേറിയൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ലേറ്റ് ആയത്. കുഴപ്പമില്ല മേഡം, എനിക്ക് മനസ്സിലാവും. എന്നിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ? അത് അമ്മക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുഞ്ഞ് ഞങ്ങളുടെ മാക്സിമം നോക്കി. പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അയ്യോ, നിങ്ങൾ എന്തായി പറയുന്നേ? ചാരുവിന് അത് കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. വയറിൽ കിടന്ന് കുട്ടി മഷി കുടിച്ചിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി സംഭവിച്ചതാ. അവരമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകി. അവരുടെ വിധി. ആ മോളുടെ ആദ്യത്തെ കുഞ്ഞുമാണ്. ഈശ്വര, അവരിതെങ്ങനെ സഹിക്കും? എത്ര പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളെയും കൂടെ ആയിരിക്കും അവര് 10 മാസം ആ കുഞ്ഞിനു വേണ്ടി കാത്തിരുന്നിട്ടുണ്ടാവുക. എത്ര വേദനകൾ സഹിച്ചിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട എത്രയോ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും. പാവം. ചാരുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹേയ്, കമോൺ. അതൊക്കെ ദൈവം ഓരോരുത്തർക്കും കണക്കാക്കി വെച്ചിരിക്കുന്ന വിധിയാ. താൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് പ്രഷർ ഹൈ ആക്കണ്ട. അല്ല, ദേവ് സാർ എവിടെ? ഒറ്റക്കാണോ സാരെങ്കിൽ വന്നത്? ആ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തു പറ്റി? എല്ലാ പ്രാവശ്യവും ദേവ് സാറിന്റെ സിസ്റ്റേഴ്സ് ഉണ്ടാവാറുണ്ടല്ലോ. ഇന്ന് അവരും വന്നില്ലേ? അല്ല, കഴിഞ്ഞ തവണ കൺസൾട്ടിങ് കഴിഞ്ഞ് പോകുമ്പോ താ പറഞ്ഞിരുന്നല്ലേ സ്കാനിങ് നിർബന്ധമായും ദേവ് സാറിനെയും കൂട്ടി വരണമെന്ന്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരില്ല മാഡം. ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. എന്റെ കുഞ്ഞിനെ കാണാൻ അവരുടെ തിരക്കുകൾ കഴിയുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാ വരൂ, സ്കാനിങ് റൂമിലേക്ക് പോവാം. എന്നാ ദേവ്, കഴിക്ക്. മദ്യമൊഴിച്ച ഗ്ലാസ് ഇഷ ദേവിന് നേരെ നീട്ടി. അവനത് പുഞ്ചിരിച്ചുകൊണ്ട് വാങ്ങുകയും ചെയ്തു. അത് കുടിക്കാൻ വേണ്ടി ചുണ്ടത്തേക്ക് വെച്ചപ്പോഴാണ് ചാരുവിന്റെ കാര്യം മനസ്സിലേക്ക് ഓടിയെത്തിയത്. ഓ ഷിറ്റ്. അവൻ ആ ഗ്ലാസ് ടേബിളിൽ വെച്ച് അവിടെ നിന്നും എഴുന്നേറ്റു. എന്താടാ, എന്തു പറ്റി? എടി, ഞാൻ പോട്ടെ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്ത് അത്യാവശ്യ കാര്യം ദേവ്?
എന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ എന്ത് അത്യാവശ്യ കാര്യമാണ് നിനക്കുള്ളത്? അവൾ അവന്റെ കൈ പിടിച്ചു. ഇഷ, ലീവ് മീ. ഇന്ന് സാരംഗിയുടെ സ്കാനിങ്ങിന്റെ ദിവസമാണ്. ഞങ്ങൾ അതിനുവേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാ നിന്റെ കോള് വരുന്നത്. ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോകുന്നത് അവിടുന്ന്. ഇവിടെ വന്നതിനിടയിൽ ഞാൻ ആ കാര്യം മറന്നുപോയി. പാവം, അവൾ അവിടെ എന്നെയും കാത്തിരിക്കുന്നുണ്ടാവും. ഓ, അതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? അവൾ ഒറ്റക്ക് പോയിക്കോളും. നീ പോകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെയല്ല ഇഷ, എല്ലാ മാസവുമുള്ള കൺസൾട്ടിങ്ങിനൊന്നും ഞാൻ അവരുടെ കൂടെ പോകാറില്ല. പക്ഷേ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിനെ ആദ്യമായി കാണാൻ കഴിയുന്ന ദിവസമായിരുന്നു. ഈ ദിവസം ഞാൻ അവിടെ കൂടെ വേണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ ഞാനും കുഞ്ഞിനെ കാണാൻ ഒരുപാട് കൊതിച്ചതാ. നിങ്ങളുടെ കുഞ്ഞ്? ഓഹോ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയല്ലേ ദേവ്. ഞാൻ നമ്മുടെ കുഞ്ഞെന്ന് പറയുന്ന വിചാരിച്ചേ. സോറി, ഞാൻ അതന്നെ ഉദ്ദേശിച്ചേ. ഞാൻ പോട്ടെ ഇഷ, മുന്നിന്ന് മാറി നിൽക്ക്. നമ്മുടെ കുഞ്ഞിനെ കാണാനല്ലേ നീ പോകുന്നേ? എന്നാ ഞാനും വരുന്നു. എനിക്കും കാണണോ കുഞ്ഞിനെ? നീ വരാനോ? ഏയ്, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? എനിക്ക് ആ കുഞ്ഞിൽ ഒരാഘോഷമില്ല. അപ്പോ എനിക്ക് വേണ്ടിയല്ലേ അവളുടെ അതിർത്തിൽ നീ ആ കുഞ്ഞിന് ജന്മം നൽകിയത്? ആണ്, അതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ നിന്നെയും കൊണ്ട് ഇപ്പൊ അവളുടെ അടുത്തേക്ക് പോയാ അത് പ്രശ്നമാകും. അതാ പറയുന്നേ. എന്ത് പ്രശ്നമാവാൻ? ഒരു പ്രശ്നമാവില്ല. അവൾക്കെല്ലാം അറിയാവുന്നതല്ലേ. പിന്നെന്താ? എടി, ഈ ഒരു അവസ്ഥയിൽ വെറുതെ അവളെ സങ്കടപ്പെടുത്തണോ? അവളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമായിരിക്കും എന്ന്. വെറുതെ അത് ഇല്ലാതാക്കണോ? ഓ, നിനക്കിപ്പോ എന്നൊക്കെ വലുത് അവളുടെ സന്തോഷവും സങ്കടമൊക്കെ ആണല്ലേ? അങ്ങനെയല്ല. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ. അതും പറഞ്ഞ് മുന്നോട്ട് നടന്ന് പുറകെ ഇഷയും പോയി വണ്ടിയിൽ കയറി. അവൻ വളരെ വേഗത്തിൽ വണ്ടി വീട്ടിലേക്ക് വിട്ടു. നീ ഇവിടെ ഇരുന്നാ മതി, ഇറങ്ങണ്ട. അവിടെ അച്ഛനെങ്ങാനും ഉണ്ടെങ്കിൽ നിന്നെ കണ്ടാ പിന്നെ അത് മതി. വീട്ടിലെത്തി കാറിൽ നിന്നും ഇറങ്ങാൻ നേരം അവൻ അവളോട് പറഞ്ഞു. അവനോടി മുകളിലേക്ക് പോയി റൂമിന്റെ ഡോർ തുറന്നു. ചാരു, ചാരു, വാ പോവാം. നീ എവിടെയാ ചാരു? അവൻ ബാത്റൂമിന്റെ വാതിലെല്ലാം തട്ടി അവളെ വിളിച്ചു. ഇവളിത് എവിടെ പോയി? മുകളിൽ എല്ലായിടത്തും നോക്കിയ ശേഷം അവൻ നേരെ താഴേക്കിറങ്ങി. അമ്മ, ചാരുവിനെ കണ്ടായിരുന്നോ? മുകളിലില്ലേ? ഇല്ല. ഇല്ലെന്നോ? എന്റെ വാക്കു ധിക്കരിച്ച് അവൾ പോയാ? അപ്പോ അഹങ്കാരി. അമ്മയുടെ വാക്ക് ധിക്കരിക്കേ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? കുറച്ചു നേരം മുന്നേ അവൾ എന്റെ അടുത്തേക്ക് വന്നിരുന്നു. അവളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട്. ഞാനപ്പോ ഈ ക്രീമെല്ലാം തേച്ച് ഇവിടെ കിടക്കുകയായിരുന്നു. അതെല്ലാം കഴുകി കളയണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, നാളെ ദേവിനെയും കൂട്ടി പോയാ മതിയെന്ന്. എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ അവൾ പോയി അല്ലേ? ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പൊ അമ്മക്കൊന്ന് കൂടെ പോയിക്കൂടായിരുന്നോ? ഇവിടെ ചേച്ചിയും വലുതും ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ലേ അമ്മയെ വിളിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് നിങ്ങൾ അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചു അല്ലേ? ഓ പിന്നെ, ഇന്നത്തോടെ ലോകം അവസാനിക്കൊന്നുമില്ലല്ലോ. സ്കാനിങ് നാളെയും ചെയ്തൂടെ? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി ഫോൺ എടുത്തു. അവളുടെ 10-15 മിസ് കോൾ ഉണ്ട് അതിൽ. ഓ, ഇതെപ്പോഴാ സൈലന്റ് ആയി പോയത്? പിറുവിറുത്തോണ്ട് വേഗം അവൻ അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. പക്ഷെ ഫോൺ എടുക്കുന്നില്ല. പിന്നെ അവൻ അവിടെ നിൽക്കാതെ നേരെ പോയി വണ്ടിയിൽ കയറി. എവിടെ അവള് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. അവൾ ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിന്നെയും കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഓടിക്കിതിച്ചിങ്ങോട്ട് വന്നത്? എന്നിട്ടിപ്പൊ എന്തായി? അവൾക്ക് നീ ഇത്രയേ ഉള്ളൂ ദേവ്, അത് നീ ആദ്യം മനസ്സിലാക്ക്. അവളുടെ വാക്കുകൾക്ക് ചെവിയൊടുക്കാതെ ദേവ് വണ്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിലെത്തി സൗമ്യ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിന്റെ മുന്നിലെത്തി അവൻ ഡോർ മുട്ടി. അച്ഛൻ്റെ വാതിൽ തുറന്നു. മാഡം, ദേവ് സാർ വന്നിട്ടുണ്ട്. അവർ സ്കാനിംഗ് റൂമിൽ പോയി ഡോക്ടറോട് പറഞ്ഞു. ചാരുവിന് ഇത് കേട്ടതും മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടി. എന്തൊക്കെയായാലും കുഞ്ഞിനെ ഒരുമിച്ച് കാണാലോ എന്ന് കരുതി. തുടരും.